ക്യൂട്ടീസ്, അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് ക്രിസ്മസ് സീരീസിൻ്റെയാണ്. ഇന്ന് നമ്മൾ ക്രിസ്മസ് റീത്താണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഇടയിൽ കമ്പിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു കാർഡ്ബോർഡ് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ ഗാർലൈൻസ് ഇല്ലേ, ഈ ഡെക്കറേറ്റ് ചെയ്യുന്നത്, അതിങ്ങനെ റൗണ്ടായിട്ട് ചുറ്റി കൊടുക്കുകയാണ്. തുടക്കത്തിലൊന്ന് ഒട്ടിച്ച ശേഷം ബാക്കിയെല്ലാം ചുറ്റി ചുറ്റി കൊടുക്കുകയാണ്. ഈ റീത്ത് എന്ന് പറയുന്ന സാധനം നമ്മൾ ഒരിക്കലും വരുന്നിടത്ത് മരിക്കുന്നിടത്ത് മാത്രമല്ല, റീത്തിൻ്റെ പേര് തന്നെ ഇങ്ങനത്തെ നമ്മൾ ഈ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഗാർലൈൻസ് ഇങ്ങനെ ചെയ്യുന്നതിന് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ കൊടുക്കുന്നതിന്. അപ്പോൾ നമ്മുടെ റീത്ത് ഓൾറെഡി ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലും കമ്പി ടൈപ്പ് ഉണ്ടെങ്കിൽ അത് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ എംബ്രോയിഡറി ചെയ്യുന്ന ഹൂപ്പില്ലേ, റിങ്സ് ടൈപ്പ്, അതുപോലെ നമുക്ക് അത് വെക്കാം. ഇനി നമ്മൾ അതിന് ബോ ഉണ്ടാക്കുകയാണ്. അത് ബോയുടെ ഞാൻ ഷോർട്ട് വീഡിയോ ഓൾറെഡി ഇട്ടായിരുന്നു, ഇപ്പം ലോങ് വീഡിയോ കാണിക്കുക. അതിന് ഞാൻ ഗ്ലിറ്റർ ഷീറ്റിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം സ്ക്വയർ ഷീറ്റ് എടുക്കുക നിങ്ങളുടെ വലുപ്പത്തിലോ. അതിന് 4 സൈഡ് ഇങ്ങനെ ഇങ്ങനെ കോൺ മടക്കി അതിനൊരു ഷേപ്പ് ആക്കി എടുക്കുക. ഇനി ഞാൻ കോൺ വരച്ചു കൊടുക്കുകയാണ്, കാരണം ഗ്ലിറ്റർ ഷീറ്റിൻ്റെ മറുവശത്താണ് കാണിക്കുന്നത് കാണാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അതിനെ എന്നിട്ട് കോൺ വരച്ച ശേഷം ഒരു സൈഡ് സെൻറ്ററിൽ നിന്ന് വരച്ചു കൊടുക്കുക. നമ്മുടെ ഓരോ കോണും നമ്മൾ വരച്ചിരിക്കുന്നത് കട്ട് ചെയ്യുവാണ്. ഫുൾ കട്ട് ചെയ്യൽ, സെൻറ്ററിൻ്റെ ഒരു അറ്റം എത്തുന്നിടം വരെ കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുത്ത ശേഷം എല്ലാ 4 സൈഡ് നമ്മൾ കോണുണ്ടല്ലോ, ആ 4 കോണും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് അത് പേപ്പർ വെച്ചും ചെയ്യാം കേട്ടോ. ഞാനിപ്പം നമ്മൾ ഗ്ലിറ്റർ ഇത് വെക്കാനുള്ളതുകൊണ്ടാണ് വെക്കുക. പിന്നെ ഒരു കോണിങ്ങനെ മടക്കിയ ശേഷം കാണിച്ചു, ഒരു സൈഡ് മടക്കിയ ശേഷം കർവായിട്ട് നമ്മൾ മടക്കുന്നില്ല, കർവായിട്ട് കട്ട് ചെയ്തെടുക്കും. ഒരു കർവ് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഒരു സൈഡ് നമ്മളിങ്ങനെ മടക്കി കട്ട് ചെയ്തെടുക്കും. ഇനി മറ്റേ 2 സൈഡിലേക്ക് കട്ട് ചെയ്യാത്ത അവിടെ സെൻറ്ററിൽ നമ്മളൊരു ലൈൻ വരച്ചിട്ട് ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ആദ്യം നടുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത ശേഷം പിന്നെ കോണായിട്ട് ട്രയാങ്കിൾ ഷേപ്പ് താഴത്തെ സൈഡിൽ സെയിം ഇങ്ങനെ വെച്ച് 2 സൈഡും കട്ട് ചെയ്തേക്കും. ബോയുടെ താഴത്തെ ഭാഗമല്ലേ നമ്മളത്, അതിന് വേണ്ടിയാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് കട്ട് ചെയ്യാത്ത ഓപ്പോസിറ്റ് ഒരു സൈഡും കൂടെ ഉണ്ട്, അറിയാമല്ലോ. അപ്പോൾ അവിടെ സ്കെയിൽ കൊണ്ട് ആ നടുക്കത്തെ ലൈനിൻ്റെ 2 സൈഡിലും ഏകദേശം ഒരു അര സെൻറ്റിമീറ്റർ വെച്ച് വരയ്ക്കുക. കാരണം നമ്മുടെ ബോർഡ് ഇനി ഒരു ഭാഗം കൂടെ ഉണ്ടാക്കാറുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ കണ്ടിച്ചിട്ട് സൂക്ഷിച്ച് നോക്കിക്കോളൂ നിങ്ങൾ കണ്ടിച്ചെന്ന്. എന്നിട്ട് ആ ഭാഗം ഒഴിച്ച് ബാക്കി നമ്മൾ കണ്ടിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഏകദേശം ബോർഡ് കട്ടിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിക്കലാണ് പരിപാടി. നമ്മൾ കർവ് ഷേപ്പിൽ വരച്ചിരിക്കുന്നത് കണ്ടോ, അത് വെച്ചാണ് ആദ്യം നമ്മൾ തുടങ്ങേണ്ടത്. അതിനെ നമുക്കിനി ബോർഡ് ഒരു ഭാഗത്തേക്ക് 2 കോണും ഇങ്ങനെ വരച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ ഞാനാണെങ്കിൽ അത് ഫെവിക്കോൾ വെച്ചിട്ട് പറ്റിയില്ലായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഗ്ലൂ ഒട്ടിക്കുന്ന ഏതെങ്കിലും പറ്റുന്ന ഗ്ലൂ, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഡബിൾ സൈഡ് ഉപയോഗിച്ചാലും മതിയായിരിക്കും. ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 2 സൈഡ് നമ്മൾ ബോർഡ് ഒരു ഭാഗം ഓരോ സൈഡും ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കും. ഇനി നമുക്ക് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ബോയെ നമ്മുടെ ഹെയർ ബോയ്ക്ക് ഇങ്ങനെ കാണിക്കുന്ന പോലെ റൗണ്ട് ചെയ്തെടുക്കാം, സെൻറ്റർ പോർഷൻ. അതിനിത് ആ ബാക്കി ഇതുകൊണ്ട് നമ്മൾ ഒരു നീളത്തിൽ കണ്ടിച്ചെടുത്ത് അതിനിങ്ങനെ റൗണ്ടായിട്ട് ചുറ്റിയിട്ട് വീണ്ടും ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ബോ റെഡി ആവുകയാണേ. നമ്മൾ ഹെയർ ബോ ഒക്കെ ഉണ്ടാക്കത്തില്ല, അതുപോലെ തന്നെയാണ്, സെയിം ഇത് തന്നെ. ഗ്ലൂ കൂടെ ഒട്ടിച്ച ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഗ്ലൂ മാത്രം ഉണ്ടാക്കി നമുക്ക് വോൾ ഹാങ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് റീത്തിൽ ഇനി ഓർണമെൻറ്റ്സ് ഒക്കെ വെക്കേണ്ടത്, അതിന് വേണ്ടിയാണ്. അപ്പോൾ ബോ ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമുക്കിനി എത്ര ഓർണമെൻറ്റ്സ് ഉണ്ട്, എവിടേക്കാണ് പൊസിഷൻ വെക്കുന്നത്, ഏകദേശം ഒന്ന് വെച്ച് നോക്കിയ ശേഷം നമുക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ബോളും 2 ബെല്ലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മളൊന്ന് ഹാങ് ചെയ്യുന്ന രീതിയിൽ 3 കൂടെ കൂട്ടിക്കെട്ടിയ ശേഷം ഒരു ഗോൾഡൻ ത്രെഡ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഗ്രീൻ ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു ഹാങ് ചെയ്യത്തില്ല, അതുപോലെ ഉണ്ടാക്കി തൂക്കിയിടുവാണ്, കെട്ടിക്കൊടുക്കുകയാണ് ഗ്രീൻ ത്രെഡിൽ. അതിൽ ഇതിന് പകരം സ്റ്റാർ ഉണ്ടെങ്കിൽ സ്റ്റാർ തൂക്കുക. അപ്പോൾ എൻ്റെ വലിയ ലോങ് സ്റ്റാർ ഇല്ലാത്തതുകൊണ്ടാണ് അത് തൂക്കുന്നത്. ഇത് തൂക്കിയ ശേഷം ഇനി നമ്മുടെ ഓർണമെൻറ്റ്സ് എല്ലാം ഓരോ സൈഡിലും പൊസിഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർണമെൻറ്റ്സ് വെക്കാം. ബോളോ എന്ത് വേണമെങ്കിലും വെക്കാം, ഇഷ്ടംപോലെ ഓർണമെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഒന്നൊരു DIY ഉണ്ടാക്കിയതായിട്ട് ഇതൊക്കെ എന്ത് വേണമെങ്കിലും വെക്കുക. അതിന് നമ്മൾ ഈ 4 സൈഡ് എല്ലാ സൈഡിലും എവിടെയൊക്കെ വെക്കുന്നത്, ഒത്തിരി ഞാൻ ഓവറായിട്ട് അലങ്കരിക്കുന്നില്ല, ഒരു ചെറിയ രീതിയിൽ ഒന്ന് അലങ്കരിച്ച് നോക്കുവാണ്. കാരണം നമുക്കിത് വെച്ച് പൊസിഷൻ നോക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബോൾ ഒന്ന് ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്നാളിൽ ഉണ്ടാക്കിയത് നമ്മൾ ക്രിസ്മസ് സ്റ്റാറിൻ്റെ മുകളിൽ തന്നെയാണ് അതും തൂക്കിയിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ തൂക്കി നോക്കുവാണ്. ഇപ്പോൾ കണ്ടാൽ നല്ല രസമായിട്ടല്ലോ, നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പോലെ തന്നെ പോകും അല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഗാർലൈൻഡ് മാത്രം മതി, ഈസി ആയിട്ട് പോകാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഡെക്കറേഷൻ ഇതിനില്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റാർ വെക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ആയിട്ട് വെക്കാം. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ഏതാണെങ്കിലും പറയാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.